നിക്ക്, ചേച്ചി ഇത് എടുക്കാതെ പോവാണോ? മറന്നു പോയതാണല്ലേ? ചേച്ചി ഇന്ന് ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ടല്ലേ? ഇന്നലെ ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിനക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് വേദാന്തിനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ചേച്ചി കംപ്ലൈന്റ് തിരിച്ചു വാങ്ങിച്ചോ ആ പെണ്ണ്? ഒന്ന് പയ്യെ പറ, ഇവിടെ വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാ. ശരി, സോറി ചേച്ചി. ഈ കാര്യം നിനക്കും അതിഥിക്കും അല്ലാതെ വേറെ ആർക്കും ഇവിടെ അറിയില്ല. ഇന്നലെ വേദാന്ത് അറസ്റ്റിലായ കാര്യം എങ്ങാനും ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാ ചേച്ചിയുടെ കല്യാണത്തിന് ഇനി എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ? അത് ശരിയാണല്ലോ, അത് സത്യ. അത് മാത്രല്ല, ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എങ്ങാനും ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാ അതോടെ തീർന്നു. ഡൗട്ടേ വേണ്ട ചേച്ചി, ചേച്ചിയുടെ കാര്യം തീരുമാനാവും. അത് ശരിയാ. അതുകൊണ്ട് ഈ കാര്യത്തെ പറ്റി ഒരു ഡിസ്കഷനും വേണ്ട കേട്ടോ? ശരി ചേച്ചി, സൂക്ഷിച്ചു പോയിട്ട് വാ. വരുമ്പോ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിട്ട് വരണം. കൊണ്ടുവരാം. ചേട്ടാ, ഇതെങ്ങോട്ടാ പോകുന്നേ? ഓഫീസിലേക്ക്. വേദാന്ത്, ഫുഡ് കഴിക്കാതാണ് ഓഫീസിലേക്ക് പോകുന്നേ. ഇന്നലെ സംഭവിച്ചതൊന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട. നിനക്ക് ഇഷ്ടമുള്ള മസാലദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, എനിക്ക് വിശക്കുന്നില്ല. എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇന്ന് ആദ്യം വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്ന് ഓഫീസിൽ പോകണ്ട ചേട്ടാ. നീ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാൻ മാത്രം എനിക്ക് എന്താ പറ്റിയ വിക്രാന്ത്? ശരി, നിനക്കൊന്നും പറ്റിയിട്ടില്ല, ഇനി പറ്റേയില്ല. ഓഫീസിൽ നിന്ന് പോകണം നിർബന്ധമുണ്ടോ? നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ? നിനക്ക് സിറ്റിയുടെ ഇൻസൈഡ് പോകാൻ താല്പര്യമില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം. യു നീഡ് ടു റിലാക്സ്. ഞാൻ ഇന്നത്തെ ഈ പൊസിഷനിലെത്തിയത് റിലാക്സ് ചെയ്തിട്ടല്ല വിക്രാന്ത്. വർക്ക് ഈസ് വർഷിപ്പ്. ഞാൻ അങ്ങനെയല്ല ചേട്ടാ പറഞ്ഞേ. വിക്രാന്ത്, കഴിഞ്ഞ ആ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ടെന്ന് കരുതി എങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരിയാ, ഞാനും കുറച്ച് അപ്സെറ്റ് ആയി. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാ. നീ ഒരു ദിവസം വീട്ടിലിരുന്ന് ഞാൻ കുറച്ച് ബെറ്റർ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഞാനാണ് എല്ലായ്പ്പോഴും ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും അങ്ങനെ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആവശ്യമില്ലാതെ വീട്ടിലിരുന്ന് വിഷമിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എന്നെ ആർക്കും ദ്രോഹിക്കാൻ പറ്റില്ല. നീയും വാ, ഓഫീസിലേക്ക് പോവാം. വിക്രാന്ത്, നമ്മുടെ ഓഫീസിൽ സാധാരണ നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്താൽ മതി. ഡോണ്ട് വെറി ചേട്ടാ. ചേട്ടാ, ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഇവിടെ പൂജയൊക്കെ നടത്തിയായിരുന്നു. സോ നമുക്ക് ഷൂ ഇട്ട് അകത്ത് കയറിയാലോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. സർപ്രൈസ്. കൊച്ചേ, ഇതെല്ലാം നിന്റെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നോ? വേറെ ആര് ചെയ്യാനാ ചേട്ടാ? സീറോയിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് മാത്രമല്ലേ കഴിയൂ. എന്തൊക്കെയാ ഇവര് ചെയ്യുന്നേ? ഡിസ്കസ്റ്റിംഗ്. മതി 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 മതി. എങ്ങനെയുണ്ടായിരുന്നു ബോസ് സർപ്രൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ ഇത് സിദ്ധാർത്ഥ്? താനും ഇവരുടെ കൂടെ ചേർന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? അത് എംപ്ലോയീസ് എല്ലാരും കൂടെ ചേർന്ന് സാറിന് സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അമൂല്യ. പക്ഷെ ഞാൻ സർപ്രൈസ് ആയില്ലല്ലോ. നിങ്ങളെ ജോലി നോക്കാതെ എങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്കൊരു സർപ്രൈസും തോന്നുന്നില്ല. എന്തിനാ ബോസ് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം. എല്ലാരും പെട്ടെന്ന് ജോലി നോക്കിയേ. സർപ്രൈസ് തരാ, ഇതെന്റെ ബർത്ത്ഡേ ഒന്നുമല്ല. ഞാനൊരു പുതിയ ടാസ്കും ജയിച്ചിട്ടില്ല. പുതിയ അച്ചീവ്മെന്റ്സ് ഒന്നും നേടിയിട്ടുമില്ല. മര്യാദയ്ക്ക് എല്ലാവരും ജോലി നോക്ക്. ഈ ഭ്രാന്തിന് ഇതെന്താ? ഇവനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവന്റെ അമ്മ പാവയ്ക്ക മാത്രം കഴിച്ചെന്ന് തോന്നുന്നു. ഇപ്പോഴും മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരുന്നോളൂ.
അല്ല സീനിയർ ബോസിന് സർപ്രൈസ് കൊടുത്ത് മൈൻഡ് ഫ്രഷ് ആക്കി ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് ഈ സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തത് തന്നെ അമൂല്യ മേഡവാ. ഒരിത്തിരി മാറിയിരുന്നെങ്കിൽ ബലിയാടി ഞാൻ തന്നെ ആയേനെ. മീനാക്ഷിയുടെ മെസ്സേജ്. ഇന്നെങ്കിലും സിനിമ കാണാൻ കൊണ്ടുപോകുവോ? ആഹാ സുമേഷെ, മൈസൂർ പാക്ക് നിന്റെ മുമ്പിൽ കിടന്ന് വിളയാടുകയാണല്ലോ. ഇന്നെന്ത് സംഭവിച്ചാലും മീനാക്ഷി കൊണ്ട് സിനിമയ്ക്ക് പോയേ പറ്റൂ. എന്റെ ലവ് സ്റ്റോറി ഞാൻ ഹൗസ്ഫുൾ ആക്കും. അമ്മ എന്റെ ടൈ കണ്ടോ? അയ്യോ എന്താടി നിന്റെ പ്രശ്നം? ആരെങ്കിലും ടൈ കൊണ്ടുവന്ന് അടുക്കളയിലെ പാത്രത്തിൽ ഇട്ട് വെക്കൂ. ഇതുവരെ യൂണിഫോം പോലും ഇട്ടിട്ടില്ല, എന്നിട്ടാ ടൈ ഒന്ന് തഴുന്നത്. മിണ്ടാതിരിക്കമ്മേ. ഈ വീട്ടിൽ എന്തൊക്കെ സാധനം എവിടെയൊക്കെ ഉണ്ടെന്ന് പറയാനും അറിയില്ല. വെച്ച സാധനം വെച്ചെടുത്ത് കാണില്ല. ടൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോവില്ല. ഈ വീട്ടിലുള്ള എല്ലാവരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇനി ഇപ്പൊ ഇറങ്ങുന്ന സമയമാകുമ്പോ അതെവിടെ ഇതെവിടെ എന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് തന്നെ വരും. അമ്മ എന്തോ അമ്മേ, എന്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അയ്യോ ഇന്ന് PT ക്ലാസ് ഉണ്ട്. PT സാറാണെങ്കിൽ ഷൂവും ടൈയും എല്ലാം ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ ഗ്രൗണ്ടിൽ ഇറക്കില്ല. അത് നല്ല കാര്യല്ലേ? നിനക്ക് എപ്പോഴും ഓടി നടക്കുന്നതല്ലേ ഒരുപാട് ഇഷ്ടം. ഗ്രൗണ്ടിൽ നിൽക്കാൻ താല്പര്യമില്ലല്ലോ. എന്താ ചേച്ചി ഇത്? നീയും അതിഥി ചേച്ചിയെ പോലെ പൊട്ടത്തരം പറയുവാണോ? എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച ചേച്ചി. ഇന്ന് പിടി. ഇതെവിടുന്ന് കിട്ടി? ഇന്നലെ സ്കൂളിൽ നിന്ന് വന്ന പാടെ വിശക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഊരി വെച്ചിട്ട് പോയതാ. അപ്പൊ കണ്ടൊരു ഓർമ്മയുണ്ടായിരുന്നു. ചേച്ചി അനിയത്തിയൊക്കെ കൊള്ളാം. നീ എവിടെങ്കിലും കൊണ്ട് കളയും, അത് അവള് കണ്ടുപിടിച്ചോണ്ട് കൊടുത്തരും. അതുകൊണ്ടാ ഞങ്ങൾക്കെല്ലാം ചേച്ചി ഫേവറേറ്റ് ആയത്. അഞ്ജു, നിന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞാ ആരാ നിനക്ക് ടൈയൊക്കെ എടുത്തുകൊണ്ട് തരുന്നേ? ചേച്ചി കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ ചേച്ചിയെ പറഞ്ഞു വിടണ്ട. പകരം വിക്കി ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ കാണും. എടി വായാടി, സമയം ഒത്തിരിയായി മോളെ. നീ പെട്ടെന്ന് പോകാൻ നോക്ക്. നടക്ക് നടക്ക്. ശരി അമ്മേ. ഉമ്മ ബൈ ബൈ. ഹായ് ചേട്ടാ. ഓ റൗഡി കൊച്ചേ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് എന്ത് വിശേഷം? എനിക്ക് നിങ്ങളുടെ ചേട്ടനെ പറ്റി അറിയണ്ടേ. ആളിപ്പോ ഓക്കെ ആയില്ലേ? എന്താണ് റൗഡി കൊച്ചി ഇങ്ങനെ ചോക്ലേറ്റ് ഹീറോയിൻസിനെ പോലെ എന്റെ ചേട്ടന്റെ കാര്യം എപ്പോഴും ഇങ്ങനെ അന്വേഷിക്കുന്നേ? ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഈ കാര്യത്തിലൊക്കെ. ഇൻട്രസ്റ്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇന്നലെ അത്രയൊക്കെ സംഭവിച്ചിട്ട് ഈ കറക്റ്റ് സമയത്ത് തന്നെ ഓഫീസിൽ വന്നല്ലോ എന്ന് ഓർത്ത് ചോദിച്ചു പോയത്. ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ പിന്നെ വേസ്റ്റ് ആയി പോകില്ലായിരുന്നോ? ഇപ്പോഴും അത് വേസ്റ്റ് ആയി പോയില്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ചേട്ടാ? അഗർബത്തി തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ദൈവത്തിന് വേണ്ടിയുള്ളതും മറ്റൊന്ന് കൊതുകിന് വേണ്ടി. കോമഡി എന്താണെന്ന് വെച്ചാ ദൈവം വരികയില്ല, കൊതുക് ചാവുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ചേട്ടന്റെ കാര്യം. മറ്റുള്ളവർ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് വെച്ചാലും നിങ്ങളുടെ ചേട്ടൻ അത് നടത്തി തരില്ല. പക്ഷേങ്കിൽ ഇന്ന് എന്റെ ചേട്ടൻ നീ ആഗ്രഹിച്ച പോലെ തന്നെ നിന്ന് തന്നില്ലേ? സർപ്രൈസ് സമയത്ത് നിങ്ങൾ ഉറങ്ങുമായിരുന്നോ ചേട്ടാ? മുഖത്തടിച്ച പോലെ വഴക്ക് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ അതല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? ചേട്ടൻ ഓഫീസിൽ വരുന്ന കരുതിയിട്ടല്ലേ നീ ഇത്രയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തത്? ഓ അതായിരുന്നോ? അവൻ വരൂന്നൊക്കെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഞാൻ പോയി നോക്കാം. മണികണ്ഠന്റെയും പ്രമീളയുടെയും വീട് ഇത് തന്നെയല്ലേ? അതല്ലോ. നിങ്ങളാരാ? എന്റെ പേര് താരിണി എന്നാണ്. വരൂ, അകത്തേക്ക് ഇരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കും. ശരി മോളെ. അമ്മേ, അമ്മേ. നമസ്കാരം അമ്മേ. നമസ്കാരം. എന്റെ പേര് താരിണി എന്നാണ്. നിങ്ങളുടെ 2ാമത്തെ മകളെ എന്റെ മകന് കല്യാണം ആലോചിക്കാൻ വന്ന.
ക്ലൗഡി കൊച്ചേ, എല്ലാം ഓക്കെ. പക്ഷെ അതിലെനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. അതെന്താ? ഈ 24 വർഷമായിട്ട് എനിക്ക് തന്നെ എന്റെ ചേട്ടൻ എപ്പോഴാ, എങ്ങനെയാ, ആരടുത്ത് എന്ത് പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എങ്ങനെയൊക്കെ ഡിസിഷൻസ് എടുക്കുമെന്നും ഗെസ് ചെയ്യാനേ പറ്റില്ല. പക്ഷെ എങ്ങനെയാ നീ ഇത്രയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നേ? ഇതാണോ ഇപ്പൊ വലിയ കാര്യമായി പോയത്? നിൽക്ക്. എനിക്ക് ആകെ കൂടി ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. നിങ്ങളുടെ കെമിസ്ട്രി എത്രത്തോളം നന്നായിട്ടുണ്ട്. എന്തെങ്കിലും സംതിങ് ഒന്ന് പോയി. എന്തോ ചേട്ടാ ഇത് വെറുതെ സില്ലിയായിട്ട് ഓരോന്ന് പറയുന്നേ? നിങ്ങൾ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ, അത് നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമല്ല ചേട്ടാ. അല്ല, എന്നാലും അത്രേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ലോ ഓഫ് ഡിമാൻഡിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് ഈ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ആയിട്ടേ വരാൻ നിൽക്കല്ലേ. സാരിക, നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അത് അമൂല്യ, ഞാൻ ഫയൽ സൈൻ ചെയ്യാൻ വന്നതാ. നിനക്ക് സൈൻ വേണമെങ്കിൽ എനിക്കായിട്ട് അവിടെ ഒരു ക്യാബിൻ ഉണ്ട്, അവിടെയാ വന്ന് സൈൻ വാങ്ങേണ്ടത്. അല്ലാതെ ഒളിച്ചു നിന്ന് ഇങ്ങനെ കേൾക്കുന്ന അത്ര നല്ലതല്ല. അമ്മൂന് കല്യാണോ? അവൾ എങ്ങനെ അറിഞ്ഞ പിന്നെ ഇത് മതി ഭൂകമ്പം ഉണ്ടാവാൻ. എന്നാലും ഇതെങ്ങനെ ഇപ്പൊ വന്നത്? ദയവ് ചെയ്ത് ക്ഷമിക്കൂ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല എനിക്കിതുവരെ. ഓ, ഞാൻ ശരിക്കും എന്നെ പരിചയപ്പെടുത്താൻ തന്നെ മറന്നുപോയി. നിങ്ങളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കസിൻ ഇല്ലേ, രൂപ, അവര് ഞാനും നല്ല ക്ലോസാ. ഞാൻ സിദ്ധാർത്ഥിന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മകളുടെ കല്യാണ സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ രൂപ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ അമൂല്യ നല്ല ധൈര്യമുള്ള കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമൂല്യയുടെ വഴക്കും അവളുടെ വായെടുത്തരും ഇത്ര ദൂരം വരെ പോയോ? ഇന്നത്തെ കാലത്ത് ലോകത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എല്ലാം നന്നായി നേരിടുന്ന പെൺകുട്ടിയായ അമൂല്യ ധൈര്യശാലിയാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ ഇച്ചിരി സ്ട്രോങ് ആണ്, അതുകൊണ്ട് അവൾ എന്തും മുഖത്ത് നോക്കി തന്നെ പറയും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പെൺകുട്ടികൾ എപ്പോഴും ശക്തരായിരിക്കണം. എന്റെ മകൻ സിദ്ധാർത്ഥിന് ഞങ്ങൾ പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. അമൂല്യയുടെ പ്രായം അവനുമായിട്ട് നന്നായി ചേരുന്നതാണ്. പെൺകുട്ടി തന്ന കംപ്ലൈന്റിൽ ഏത് രാത്രിയാണോ ഹാരാസ്മെന്റ് നടന്നെന്ന് പറഞ്ഞത്, ആ രാത്രി മുഴുവൻ വേദാന്തന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം വൈകിട്ട് 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ വേദാന്ത എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേദാന്ത്, വാട്ട്സ് റോങ് വിത്ത് യു? നീ ആരെ പറ്റി ആലോചിക്കുന്നേ? ചെയ്തു തീർക്കാൻ 100 കാര്യമുണ്ട്. അതെല്ലാം വിട്ടിട്ട് അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാൻ നാണമില്ലടാ നിനക്ക്. അവൾ നിന്റെ ശത്രുവാ. അവളോട് സിമ്പതിയുടെ ആവശ്യമില്ല. എന്താണ് നിനക്ക് പറ്റിയേ? ഹലോ ബോസ്. ഫയലില് സൈൻ ചെയ്യാൻ വേണ്ടി വന്നതാ ബോസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വേദാന്ത്. വന്ന് ആ കഴുതയെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നിനക്ക്.
നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിനക്ക് വട്ടായി പോയോടാ. ആദ്യം ജോലി നോക്ക്. എടി കഴുതേ, ഇറങ്ങി പോടി ഇവിടുന്ന്, പോടി. ബോസ്, നീയോ? ആ ഞാൻ തന്നെ, അല്ലാതെ ആരാ? നീ തന്നെയാണോ ഇത്? നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബോസ്? അതെ, വന്ന കാര്യം പറ. അപ്പൊ തൊട്ട് സൈൻ ചെയ്യാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ട് മ്യൂട്ടിൽ എന്തൊക്കെയോ റിയാക്ഷൻസ് മാത്രമാണല്ലോ തരുന്നുള്ളൂ. സിദ്ധാർത്ഥിന്റെ കല്യാണത്തിന് എന്റെ മകനും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവൻ അമൂല്യെ കണ്ടിട്ടുണ്ടായിരുന്നു. അമൂല്യ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാ അത് പറഞ്ഞാ മതി. നിങ്ങൾക്കും ഇഷ്ടം നിങ്ങളുടെ മകനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും വരാല്ലോ. സിദ്ധാർത്ഥിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ എന്റെ മോന് യുഎസിലേക്ക് പോകേണ്ടി വന്നു. പെട്ടെന്നായതുകൊണ്ട് ഞാനും അവന്റെ ഒപ്പം പോയി. അതുകൊണ്ടാ ഇത്രയും ലേറ്റ് ആയത്. നല്ലത്. നിങ്ങൾ എന്റെ മകളെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന ഒക്കെ സത്യം തന്നെയാ. പക്ഷേ എന്റെ ആദ്യത്തെ മകൾ ആരതിയുടെ കല്യാണ നിശ്ചയം ഇപ്പോഴാ തീരുമാനിച്ചേ. അതുകൊണ്ട് ഞങ്ങളിപ്പോ അമൂല്യയുടെ കല്യാണത്തെ പറ്റി ആവട്ടെ, അതിന്റെ ചെലവിനെ പറ്റി ഇപ്പൊ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. പ്രശ്നങ്ങളില്ലാത്ത ആർക്കാണ്? എനിക്ക് ഒരേ ഒരു മകനാണ്. ചെറിയ പ്രായത്തിലെ അവന്റെ അച്ഛൻ മരിച്ചു. അവനെ ഞാനാ വളർത്തിയത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവൻ ഇന്ന് നന്നായിട്ട് ജീവിക്കുന്നു. അവന് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാശിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കല്യാണ ചെലവൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കല്യാണം നടന്നാ മതി. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും വിഷമിക്കണ്ട. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പോ എന്തു പറയാനാ? ഇപ്പൊ എനിക്ക് ഈ ആലോചന വേണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാരണവും ഇല്ല. പക്ഷേ എനിക്കത് മനസ്സിലായി. ധൃതിയൊന്നുമില്ല. നിങ്ങൾ അമൂല്യയോടും പിന്നെ ഭർത്താവിനോടും സംസാരിച്ചിട്ട് എന്നെ അറിയിച്ചാ മതി. ഇവനെന്താ അനിയനെ പോലെ തന്നെ കാണിക്കുന്നേ? ഒരു ദിവസം നോക്കുമ്പോ നോർമൽ ആയിരിക്കും, പിന്നെ നോക്കി അബ്നോർമല്. ഇപ്പൊ എന്തിരുന്ന് കാണിക്കുന്നേ? എന്തോ പുതിയൊരു അസുഖത്തിന്റെ ആരംഭമാണെന്ന് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അകലേക്ക് മാറി നിൽക്കുന്നേ. നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നേ? അതെ, നിങ്ങൾ എന്നെ ഇപ്പൊ സ്വപ്നം കാണുമല്ലായിരുന്നോ? അപ്പഴാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നേ. ആണോ? എടി എന്താ പറഞ്ഞേ? അപ്പോ നിങ്ങൾ എന്നെ പറ്റി തന്നെയാണല്ലേ ആലോചിച്ചോണ്ടിരുന്നത്? സോറി, നിങ്ങൾ എന്നെ സ്വപ്നം കാണുമായിരുന്നു. ഞാന് അത് നിന്നെ പറ്റി. എന്റെ തലയ്ക്ക് ഓളം ഒന്നുമില്ല. അല്ല ബോസ്, നിങ്ങൾക്ക് എന്നോട് ചെറുതായിട്ടൊരു ക്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സൈക്കോ വുമൺ. ഈ ലോകത്തിൽ ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റേയില്ല. മനുഷ്യരല്ലാത്തവർക്കും പറ്റില്ല. മനസ്സിലാക്ക്. വെറുതെ സ്വപ്നം കാണണ്ടത്. അത് സ്വപ്നം കാണുന്ന നിങ്ങളാ. ഞാൻ എന്നെ സ്വപ്നം കാണുവാണെന്ന് ചോദിച്ചപ്പോ അപ്പഴാ ഞാൻ കേറി വന്നേന്ന് പറഞ്ഞപ്പോ അതേന്ന് പറഞ്ഞത് ആരാ? ഞാൻ വേറെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അറിയാണ്ട് പറഞ്ഞു പോയതാ. പെട്ടെന്ന് റിയലൈസ് ആയത്. അതുകൊണ്ടാ ദേഷ്യപ്പെട്ടത്. ഞങ്ങൾ ഇതിനെ വീണോടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയും. ശരി, നീ എന്തിനാ വന്നേ? ഇന്നലെയും ജോലി ചെയ്യാൻ പറ്റിയില്ലല്ലോ. HR സൈഡിൽ നിന്ന് നിങ്ങളുടെ സിഗ്നേച്ചർ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വന്നതാ. ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? പിടിക്ക്, സൈൻ ചെയ്തോ. ഇത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാ പോരെ. ഇത്രമാത്രം എന്തിനാ ദേഷ്യപ്പെടുന്നേ? തനിക്ക് എല്ലാവരോടും റൂഡായിട്ട് ബിഹേവ് ചെയ്യാം, എനിക്ക് എന്താ പറ്റില്ലേ? ഞാൻ റൂഡാവുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ അത് അന്വേഷിക്കുന്നേ? വല്ലാത്തൊരു സമാധാനം തന്നെ നിങ്ങള്. ഇനി എന്തിനാ നിക്കുന്നേ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? അമ്മ വിളിച്ചായിരുന്നു. ഞാൻ നാളെ വരാൻ കുറച്ച് ലേറ്റ് ആവും. വീട്ടിലെല്ലാം ഓക്കെ അല്ലേ? ആ,
വീട്ടിലെല്ലാം ഓക്കെയാ, പക്ഷെ ലേറ്റ് ആയിട്ട് വരുന്നതിന് കുഴപ്പമില്ലല്ലോ. ശരി, ഓക്കെ. ദൈവമേ, ഞാൻ എങ്ങനെ സ്വപ്നം കാണുവാണോ? ഇവൻ ഇനി അബ്നോർമൽ ആണോ അതോ ഇവന്റെ സ്ക്രൂ വല്ലതും ലൂസായോ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. എല്ലാരും ഇവിടെ പോയി വെച്ചാ കാണുന്നില്ലല്ലോ. അമ്മയും വിളമ്പി തന്നിട്ട് അകത്തേക്ക് പോയിട്ട് എന്തി? അത് പിന്നെ എല്ലാവരും നേരത്തെ ആഹാരം കഴിച്ചു. അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവുന്നേ. ചേച്ചി ഇപ്പൊ ഡ്രാമ തുടങ്ങും. അമ്മ അച്ഛനെ നോക്കും, അച്ഛൻ അമ്മയെ നോക്കും. റൗഡി ബേബിയെ ഫേസ് ചെയ്യാൻ അമ്മയ്ക്ക് ഭയമാണ്. അതുകൊണ്ടാ കല്യാണക്കാര്യം പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അമ്മ തന്നെ വന്ന് നേരിട്ട് ചോദിച്ചോളും. ചോദിച്ചാൽ കഥ കഴിഞ്ഞു. റൗഡി ബേബി മുഖം ചുവപ്പിച്ചിട്ട് ഒന്നും സംസാരിക്കാണ്ട് സീൻ വഷളാക്കിയിട്ട് എണീറ്റ് റൂമിൽ പോവും. എന്തിനെങ്ങനെ വേണ്ടതൊക്കെ പറയുന്നേ? വെറുതെ നിക്ക്. വെള്ളം കുടിക്കച്ചാ. ചേച്ചി ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യ്. മാച്ച് ഫുൾ ടെൻഷനാണ്. ഒരു ബോളിന് 6 റൺ വേണമെന്ന സിറ്റുവേഷൻ ആണിപ്പോൾ. അമ്മ നോൺ സ്ട്രൈക്കിലാണുള്ളത്, അച്ഛൻ ബാറ്റിംഗിലും. ചേച്ചി അച്ഛനും അമ്മയും സൈൻ ലാംഗ്വേജിൽ എന്തോ സംസാരിക്കുന്ന പോലെയുണ്ട്. അമ്മു ചേച്ചിയുടെ ഇരിപ്പ് കണ്ടാൽ എന്തോ ലാസ്റ്റ് ബോളും ക്ലീൻ ബൗൾഡ് ആവുമെന്നാ തോന്നുന്നേ. അപ്പൊ തൊട്ട് എന്തൊക്കെയാ അവര് സംസാരിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. സിമ്പിൾ ചേച്ചി, അമ്മ എന്ത് ആക്ഷൻ കാണിച്ചാലും അച്ഛനൊന്നും മിണ്ടാൻ പോണില്ല. അപ്പോ അമ്മ തന്നെ ധൈര്യമായിട്ട് അമ്മു അമ്മു എന്ന് നൈസായിട്ട് വിളിച്ച് നിന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായെന്ന് പറയും. എന്നിട്ടെന്താ അവിടെ തന്നെ തീർന്നു. ചേച്ചി പ്ലേറ്റിനെ തള്ളി മാറ്റി എഴുന്നേറ്റിട്ട് അത്ര ഇഷ്ടായെങ്കിൽ അമ്മ തന്നെ കെട്ടിക്കോന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ല അഞ്ജു, അച്ഛൻ നന്നായിട്ട് സംസാരിച്ചോളൂ, നോക്കിക്കോ. ഇതെന്തു പറ്റി അച്ചാച്ചന്? എന്തീ കാണിക്കുന്നേ? ഒന്നുമില്ല മോളെ. അമ്മു, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യത്തിന് നീ ദേഷ്യപ്പെടുകയോ ബഹളമൊന്നും ഉണ്ടാക്കാനോ പാടില്ല, മനസ്സിലായല്ലോ? അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താ അച്ഛാ? അത് അങ്ങനെയൊന്നുമില്ല. ഇന്നുണ്ടല്ലോ നിന്റെ വല്യച്ഛന്റെ ആൾക്കാർ വന്നിട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് അമ്മയുടെ അടുത്ത് ചോദിച്ചു. അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് നിന്നോടൊന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ടാ അമ്മ എന്നോട് പറയാൻ പറഞ്ഞു. ഇത്രയും കോമഡി ആയിട്ടുള്ള കാര്യത്തിന് ആരെങ്കിലും ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കുവോ അച്ഛാ?